ഹലോ മൈ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തങ്ങളിപ്പേരെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ കുറച്ച് പ്രഭാഷകരുടെയൊക്കെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചു കൈക്ക് എന്ത് പറ്റിയെന്നൊക്കെ. കൈ കണ്ടില്ലേ ഗൈസ്, ചെറുതായിട്ടൊന്ന് ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഗേറ്റിൻ്റെ ഇടയിൽ കുടുങ്ങിയതാണ് ഗൈസ്. വലിയ സീനൊന്നുമില്ല, ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പോൾ അത് പ്ലാസ്റ്റർ ഇടേണ്ടതാണ്. പക്ഷേ നമുക്ക് എന്നും ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിങ്ങനെ ഏറി ഇരിക്കാൻ പറ്റൂലല്ലോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബബിള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നടന്നത്. അല്ലാതെ കുറേ പേര് പറയുന്നുണ്ട് തങ്ങളിപ്പോൾ ഒന്ന് അടിച്ചിട്ട് പോയി. അങ്ങനെ ആരെയും അടിക്കുമോ ഗൈസ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തങ്ങളിപ്പോൾ നമ്മളെ ഒന്ന് അടിക്കുമെന്ന്? അതിനൊക്കെ ഉള്ള ധൈര്യം തങ്ങളിപ്പൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മളെ അടിക്കേണ്ട ആവശ്യം എന്താണ്? നമ്മളൊരാൾ തെറ്റ് കാണിക്കുന്നെങ്കിൽ അത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ ഒരു ജ്യേഷ്ഠനായി അല്ലെങ്കിൽ ഒരു അനിയനായി കാണുക, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾ തെറ്റ് കാണിക്കാത്തപ്പോൾ നമ്മൾ പറയില്ലല്ലോ. തെറ്റ് കാണിക്കുമ്പോൾ തെറ്റാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഗൈസ്. അതിനെന്തിനാണ് അടിക്കുന്നത്? അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. പിന്നെ അയാൾ പുറം ലോകം കാണൂല ഗൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അയാളെ പുറം ലോകം കാണിക്കാതെ അകത്തിടാനുള്ള വഴികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അയാൾ ആരെയും അടിക്കാനും അയാളെ കൂടെ ഉള്ളവന്മാരെ അടിക്കാനും നിൽക്കൂല. ഓക്കെ, അങ്ങനെ നിങ്ങൾ പേടിക്കാനും വേണ്ട ഗൈസ്. എന്തിനാണ് അടിക്കുന്നത്? നമുക്ക് സംസാരിക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി തിരിച്ച് പറയണം, അത്രേ ഉള്ളൂ. അതാണ് യഥാർത്ഥ ആണത്വം എന്ന് പറയുന്നത്. അല്ല അവിടെ അടിക്കലല്ല ഗൈസ് ആണത്വം എന്ന് പറയുന്നത്. അടിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് അടിക്കുന്ന ഒരാളാണെങ്കിൽ തിരിച്ചു വന്ന് അടിക്കണം. അല്ലാതെ വെറുതെ പോണ ഒരാളെ കയറി അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് കൈക്ക് സംഭവിച്ചത്. വലിയ സീനൊന്നുമില്ല ഗൈസ്, ചെറുതായിട്ട് നീരുണ്ട്, അത്രേ ഉള്ളൂ. അത് 1 മാസം ഇട്ടേക്കണം. നമുക്ക് മാക്സിമം നോക്കാം. പെട്ടെന്ന് എല്ലാം റെഡിയാവാൻ വേണ്ടി ദ്വാ ചെയ്യും നിങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഇന്ന് ഒരു ദുആ മജ്‌ലിസ് തന്നെ ആക്കി കളയാം. അതുപോലെ സിറാജുദ്ദീൻ കാസ്മി ഉസ്താദ് പള്ളി കമ്മിറ്റിക്കാർക്ക് കൊടുത്തൊരു പണിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഉസ്താദ് ഒരിക്കലും വിളിക്കൂലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് ആരാ? 1 ഗ്രാം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ വൈസ് പ്രസിഡന്റ്. അപ്പൊ 1 ഗ്രാം സ്വർണം പ്രസിഡന്റിന്റെ വക കൂലോത്തൊക്കെ ബിയർ. കൂലോത്തൊക്കെ ബിയർ വൈസ് പ്രസിഡന്റ് ആരാ? പേര് പറ. മുഹമ്മദ് സത്താർ ഇവിടെ ഉണ്ടോ? വൈസ് പ്രസിഡന്റ് ആരോ? സൂഫിച്ച 1 ഗ്രാം സ്വർണം കൂലോത്തൊക്കെ ബിയർ. ഇവരൊക്കെ ആദ്യം കൊടുക്കണ്ട, അല്ലാതെ നിങ്ങളെ കൊടുക്കണ്ട. ആദ്യം ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരാ മാതൃകയാകേണ്ടത്. കൂലോത്തൊക്കെ ബിയർ. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറി ആരാ? ആ ചങ്ങാതി 1 ഗ്രാം കൊടുക്കാൻ പാടുള്ള 1 ഗ്രാമൊന്നുമല്ല കൊടുക്കേണ്ടതില്ല. സത്യത്തിൽ ഇയാൾക്ക് 1 പവൻ കൊടുക്കേണ്ട ആളാ. സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ കാശുകാരനാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തോ പറയണം? അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഭാര്യയുടെ കുടുംബത്തിലും മരിച്ച എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ. എല്ലാവർക്കും അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. 3 ഗ്രാം സ്വർണം കുലു തക്ബീർ. രണ്ടാ പറഞ്ഞത് 3 ഗ്രാം കുലു തക്ബീർ. അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മരിച്ച എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അവരുടെ മണ്ണറ മണിയറയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഖിദ്മത്ത് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അപ്പൊ അൽഹംദുലില്ലാ 2 ഗ്രാം കഴിഞ്ഞു. പ്രസിഡന്റ് 1 3, വൈസ് പ്രസിഡന്റ് 1 4, സെക്രട്ടറി 3 7. ഇനി ഇവിടുത്തെ ഖജാൻജി ആരാ? പൈസ ഉള്ള ആളാ. സുഖമില്ലാത്തേക്ക് അല്ല മാറ്റി തരും. 1 ഗ്രാം സ്വർണം ഖജാൻജിയുടെ വക കുലൂത്തൊക്കെ ബിയർ. എന്നെ ഒരു വട്ടം അതിനെ വിളിക്കും, പിന്നെ വിളിക്കില്ല. ഒരു വട്ടം വിളിക്കത്തുള്ളൂ. കാരണം അല്ലേ, ഞാൻ ആരെ വിട്ടാലും കമ്മിറ്റിക്കാരെ വിടൂല. അൽഹംദുലില്ലാ 8 പവൻ കുലൂത്തൊക്കെ ബിയർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ കൂട്ടത്തിൽ ഇനി പൈസ ഉള്ള ആളാരാ? നീ ഇവിടുത്തെ ആരാ? ജോയിന്റ് സെക്രട്ടറി സത്താറിന്റെ സത്താറൊക്കെ ആരാ? ജോയിന്റ് സെക്രട്ടറി ആരെ? സത്താർ. ഒന്ന് കൈവക്കിക്കേ. സത്താറിന്റെ വക 1 ഗ്രാം കുലൂത്തൊക്കെ ബിയർ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തണ തമ്പുരാൻ. ഹുസൈൻ
ഹുസൈൻ എന്ന് പറയുന്ന ചങ്ങാതിയാരാ കാശുകാരനാ ഹുസൈനക്ക ഒരു ഗ്രാം സ്വർണ്ണം അൽഹംദുലില്ലാ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുന്ന തമ്പുരാനെ അൽഹംദുലില്ലാ. അപ്പം ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ നല്ല രസമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉസ്താദിനെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഉസ്താദിൻ്റെ വീട്. ഉസ്താദിന് നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെ ഉസ്താദന്മാരുമായിട്ട് വലിയ ടച്ചില്ല ഗൈസ്. കാരണം എനിക്ക് സമയമില്ല, എനിക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് സമയം കിട്ടാറില്ല. അതുകൊണ്ട് അവരെയൊന്നും കാണാറില്ല. അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ഉസ്താദന്മാരെയും. അതുകൊണ്ട് എല്ലാ ഉസ്താദന്മാർക്കും എന്നെ അറിയാം. പണ്ട് നമ്മളെല്ലാവരും ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു ഗൈസ്. ഇപ്പോൾ എനിക്ക് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കുറേ ബിസി ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ വെറുതെ ഇരുന്ന് വീഡിയോയും കണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ഉണ്ടെങ്കിൽ ഞാൻ കണ്ടേനെ. ഓക്കെ, അതുകൊണ്ട് ഉസ്താദിൻ്റെ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 12 കിലോമീറ്റർ, ഒരു 10 കിലോമീറ്റർ ദൂരേ ഉള്ളൂ സിറാജുൽ ഖാസിം ഉസ്താദിൻ്റെ വീട്ടിലേക്ക് എത്താൻ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി ഗൈസ്. കാരണം ആ വേദിയിൽ വന്നിരിക്കുന്ന ഓരോ പാവങ്ങളെ നിന്നൊക്കെ പൈസ എല്ലാവരെയും നിന്ന് വാങ്ങും, എല്ലാവരും കൊടുക്കും. അപ്പോൾ അതുപോലെയാണ് അവിടെയുള്ള കമ്മിറ്റിക്കാരും എടുക്കട്ടെ, അവിടെയുള്ള കമ്മിറ്റിക്കാരും കൊടുക്കട്ടെ ഗൈസ്. അവരും കൂടെ കൊടുക്കുമ്പോഴല്ലേ ഇതൊക്കെ ഒരു രസമാവുള്ളൂ. അതൊക്കെ അവരും കൂടെ കൊടുക്കുമ്പോഴല്ലേ ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മളല്ലേ ആദ്യം അതിലേക്ക് ഫണ്ട് ഇറക്കേണ്ടത്, പിന്നല്ലേ വെളിയിൽ നിന്നുള്ളവരെന്ന് വാങ്ങേണ്ടത്. അതുപോലെ ഇതൊക്കെ കാണുമ്പോൾ വളരെ രസം തോന്നുന്നു ഗൈസ്. അല്ല തങ്ങളിപ്പോ പോലെ സ്വർണ്ണം എൻ്റെ കയ്യിൽ കൊണ്ട് തരണം, അല്ലെങ്കിൽ മാല എന്നെ ഏൽപ്പിക്കുക ചെയ്യാവൂ, വേറെ ആരെങ്കിലും കൊടുക്കല്ല, അറിഞ്ഞുകൊണ്ട് നോക്കലെങ്കിൽ കള്ളന്മാരെന്ന് പറയുന്ന പോലെ ആയി പോകാൻ പാടില്ല ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കാം. തങ്ങളിപ്പാര സലാത്തുൽ ഫത്ർ ഞാമത്താട്ടോ ഒരു ജ്യേഷ്ഠ മോദിനുള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തൈപ്പപ്പൻ തോന്നിയതില്ല എന്ത് വിഷമിട്ടെന്ന് കണ്ണി അന്ന് എന്തൊക്കെ പ്രയാസമുള്ളത്? കണ്ണിന് കണ്ണിന് വെള്ളം വെച്ചിരുന്നോ? കാഴ്ചകൾ നഷ്ടപ്പെട്ടു, പ്രയാസത്തിലിരുന്നില്ല. ഇവിടെ വന്നു തൈപ്പപ്പൻ ചേർന്ന് കിട്ടിക്കൊന്നു പറഞ്ഞല്ലേ. ഇപ്പൊ മെല്ലെ മെല്ലെ കിട്ടാൻ തുടങ്ങിയ വെള്ളൊളിക്കലോ നിന്നോ? വേദനകളോ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു, വെള്ളമൊഴിച്ചിരുന്നു, ഒരുപാട് പ്രയാസങ്ങൾ മാറി റാഹത്തിലാക്കട്ടെ, വിഷമൊക്കെ തരാതിരിക്കട്ടെ. സലാത്തിന്റെ പവറാണ് കേട്ടോ. ഫാത്തിഹയുടെ ബർക്കത്താണ്, അതൊക്കെ ഓക്കെയാണ്. സലാത്തിൽ ഫാത്തിഹയ്ക്ക് ബർക്കത്തുണ്ട്. ഇതുപോലെയുള്ള നാറ്റക്കോയെ പോലെയുള്ള കള്ളന്മാരുണ്ടല്ലോ, കള്ള ഹിമാറുകളുണ്ടല്ലോ, യവന്മാര് കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള വൃത്തികേടുകളുണ്ടല്ലോ, യവന്മാര് കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള തെമ്മാടിത്തരമുണ്ടല്ലോ. ഇസ്ലാമിന്റെ വില കളയുന്ന രീതിയിലാണ് പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിനെ പോലും കരിവാരി തേക്കുന്ന വിധത്തിലാണ് യവന്മാർ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. യവന്റെ കണ്ണിന്റെ അസുഖം മാറിയെങ്കിൽ അത് അവനും തങ്ങളിപ്പം തമ്മിലുള്ള ഡീലിംഗ് അല്ലേ. ആ ഡീലിംഗ് അവിടെ അവസാനിക്കണം. എന്തിന് വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിക്കുന്നു എന്ന് വെച്ചാ ഇതൊരു ബിസിനസ്സാണ്, ബിസിനസ് സാമ്രാജ്യമാണ്. അവന്റെ മുഖം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? ഇത് തങ്ങളിപ്പയുടെ കൂടെ ഇരുന്ന് ഖുർആൻ ഓതുന്ന ഏതോ ഒരു ഹമുക്കാണ്, അതുകൊണ്ടാണ് അവന്റെ മുഖം കാണിക്കാത്തത്. അങ്ങനെ മുഖം കാണിച്ചു കഴിഞ്ഞാ ഈ ബിസിനസ് സാമ്രാജ്യം പൊളിഞ്ഞു പോകൂലേ. അതൊക്കെ ബിസിനസ് ഐഡിയാസ് ആണ് ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള കള്ളന്മാരൊക്കെ ബിസിനസ്സിന് പല പല ഐഡിയാസുമായിട്ട് ഇറങ്ങും. പോയി പെട്ടതാണ്. ഈ മാതിരിയുള്ള താത്തമാരൊക്കെ പെട്ടിരിക്കുന്ന പോലെ പെട്ടിരിക്കേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് നാറ്റക്കോയെ പോലെയുള്ളവന്മാരെയൊക്കെ നമ്മൾ ലിമിറ്റിന് നിർത്തുക. നാറ്റക്കോയ പറയുന്നത് 100% ശരിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നാറ്റക്കോയ ഖുർആൻ തെറ്റിച്ചോതുന്നു, നിങ്ങൾക്കത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? നാറ്റക്കോയ ഓതുന്നത് പറ്റൂലല്ലോ. കഞ്ഞിമൂല വിഷയത്തിൽ നാറ്റക്കോയ പറഞ്ഞ ആദർശം ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ എത്ര താത്തമാര് തങ്ങളിപ്പേരെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നു അവിടെ വന്ന് താത്തമാരിക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറ്റൂല ഗൈസ്. നാറ്റക്കോയെ പോലെയുള്ളവന്മാരൊക്കെ പറയുന്നതൊക്കെ പച്ചക്കള്ളങ്ങളാണ് ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. യവന്മാരൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയാണ് ഗൈസ്. യവന്മാരൊക്കെ നല്ലപോലെ എന്താ പറയുക, ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് യവന്മാരൊക്കെ അന്വേഷിക്കണം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് നാറ്റക്കോയക്ക് പോലെയുള്ളവർക്ക് ഉള്ളത്. ഇതിനൊക്കെ GST കൊടുക്കണം. ഇതിനൊക്കെ എന്തെല്ലാം വകുപ്പുകളാണ് ഉള്ളത്. ഈ വകുപ്പുകളിലൊക്കെ അന്വേഷണങ്ങൾ നടത്തിയ യവന്മാരെയൊക്കെ പിടിക്കാൻ പറ്റും. നാറ്റക്കോയെ കയ്യിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് കണക്കുണ്ടോ? ഇല്ല. എല്ലാം കൂടി പിടിച്ചെടുത്താലേ നല്ലൊരു എമൗണ്ട് സർക്കാരിന് കിട്ടുമെന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, യവന്മാരിപ്പം എന്താ പറയുക,
വിദേശ രാജ്യത്തുനിന്നുകൂടി എന്തൊക്കെ പരിപാടിയായിട്ട് നാട്ടിൽ പോയി ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ സൗദിയിലൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം എന്ത് പരിപാടിയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റുമായിരിക്കാം. അതുകൊണ്ട് നമുക്കൊരു ദുആ സദസ്സ് കൂടി ഉണ്ട്, നമുക്ക് ദുആ വസിയത്തുണ്ട്. ആരാ നോക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സൗദ താത്ത, എൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം മോനെ. ഇൻഷാ അല്ലാഹ് താത്ത, നിങ്ങൾക്കൊക്കെ വേണ്ടി അല്ലാതെ ഞങ്ങൾ ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യാം. എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്വിറാത്തൽ മുസ്തഖീം സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ യസ്സിർ വസീറനാ സഹദിൽ ഉമൂറനാ ഫദിദ് ഹദൈതനാ വാസിനനാ റഹ്മത്തൻ നാസിനാ ബർക്കത്ത് ശാമിലനാ ലദൈക അല്ലാഹ്. കരുണക്കരലായ മലിക്കുൽ മലൂക്കായ യജമാനനായ അല്ലാഹ്, ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. മക്കൾക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാഹ്. ഒരു സ്ഥലത്ത് നീ തോക്കുന്ന ഗതികേട് നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനേ, കരുണക്കടലായ മലിക്കുൽ മലൂക്കായ യജമാനനായ അല്ലാ, ഞങ്ങളെ എവിടെ വെച്ച് കണ്ടാലും പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന നൂറുകണക്കിനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട താത്തമാര്, നമ്മുടെ പ്രിയപ്പെട്ട ഇക്കമാര്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാര്, നമ്മക്കൊരു പരിചയവുമില്ലാത്തവരാണ് ദാദാ. അവര് നമ്മളെ ചേർത്ത് പിടിക്കുമ്പോ, അവര് നമ്മളോട് ഭയങ്കരമായ കാര്യം പറയുമ്പോ, നമ്മളോട് എല്ലാത്തിനും അവര് നമ്മളെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് മോനെ നീ നല്ലതുപോലെ വളർന്നു വരണമെന്ന് പറയുമ്പോ വല്ലാത്ത സന്തോഷമാണ് റബ്ബേ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും റബ്ബേ, നീ ഞങ്ങളെ ഒന്നും പറയൂലെന്ന് ഞങ്ങൾക്കറിയാം. നീയല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ലെന്നറിയാം. അതുകൊണ്ട് നിന്റെ ഹൈർ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണേ അല്ലാ. നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല തമ്പുരാനേ. നീ ഞങ്ങളോട് നീ സ്നേഹം കാണിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് സ്നേഹം നൽകിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആര് നൽകാനാണ് തമ്പുരാനെ. അള്ളാഹുവേ പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്ന് ഈ ലോകത്തില്ല നാഥാ. എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാർ ഇന്ന് ഈ ലോകത്തില്ല തമ്പുരാനേ. നിന്റെ പരലോകത്തേക്ക് യാത്രയായി വന്നിട്ടുണ്ട് നാഥാ. അവരെയൊക്കെ കബറുകൾക്ക് നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ആരാമങ്ങൾ കൊണ്ടുണ്ട്, സ്വർഗത്തിന്റെ വിരിപ്പ് നീ വിരിക്കണേ അല്ലാ. വിശിഷ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിമ്മ, ഞാൻ ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിമ്മ ഇന്ന് ഈ ലോകത്തില്ല തമ്പുരാനേ. നിന്റെ പരലോകത്താണ് നാഥാ. നീ അവർക്ക് സുരലോലിമമാക്കപ്പെട്ടിരിക്കുന്ന നിന്റെ സ്വർഗം നീ കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ പാനീയം കൊടുക്കണേ നാഥാ. ഒരിക്കലും നിന്റെ കത്തിക്കാലപ്പെടുന്ന ഭീകരമായ നരകത്തിലിട്ട് നീ കരിക്കല്ലേ നാഥാ. അവരോടൊക്കെ നീ കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങൾ ഒരു സമയത്ത് മരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ ഞങ്ങളെ പൊന്നു പോലെ സ്വീകരിക്കുന്ന ഉമ്മയാക്കി നീ അവിടെ നിർത്തണേ അല്ലാ. ഞങ്ങളെ വീട്ടിലേക്ക് പുതിയൊരു ഗസ്റ്റ് വരുമ്പോ എങ്ങനെയാണോ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത്, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും മനോഹരമായി ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി സ്വർഗത്തിന്റെ വാതിലിലേക്ക് നിൽക്കുന്ന എൻ്റെ പൊന്നുമ്മച്ചിയാക്കി നീ അവിടെ കാണിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് അങ്ങനത്തെ ഉമ്മച്ചിമാരെ തരണേ അല്ലാ. അങ്ങനത്തെ കൂട്ടുകാരെ തരണേ അല്ലാ. നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെ തരണേ അല്ലാ. ഞങ്ങൾക്ക് കിട്ടുന്ന സ്വഭാവം നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ വഴി തെറ്റിക്കുന്ന കൂട്ടുകാരെ തരല്ലേ അല്ലാ. നല്ല സ്വഭാവമുള്ള, നല്ല ഈമാനുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല കഴിവുള്ള, ഒരു രീതിയിലുള്ള ദുസ്വഭാവത്തിലും കടന്നു പോകാത്ത കൂട്ടുകാരെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകണേ നാഥാ. കള്ളു കുടിക്കാൻ വിളിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരെ തരല്ലേ അല്ലാ. കഞ്ചാവും ലഹരി
ലഹരി മരുന്നുകളും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങളുടെയൊക്കെ തലച്ചോറ് പാഴിക്കളയുന്ന വിധത്തിലുള്ള കൂട്ടുകാരെ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. നല്ല സ്വഭാവത്തോടു കൂടി നല്ല സ്നേഹത്തോടു കൂടി നിൽക്കുന്ന കൂട്ടുകാരെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളോടൊക്കെ കരുണ കാണിക്കണേ അല്ലാ. നിന്നിയല്ലാതെ ഈ ലോകത്ത് ഞങ്ങൾ ആര് സ്നേഹിക്കാനാണ് തമ്പുരാനെ? നിന്നോടല്ലേ ഞങ്ങൾക്ക് ഇന്ന് സുബൈ വരെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ദുആ ചെയ്താലും തീരാത്തത്തോളം നിന്നോട് ചോദിക്കാനുണ്ട് തമ്പുരാനെ. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ വീഡിയോ കാണുന്നതിൽ പലരും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നാഥാ. കടങ്ങളും കടബാധ്യതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയായി ഒരുപാട് പ്രയാസത്തിലാണ് തമ്പുരാനെ. നീ അവരെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവരുടെ കടബാധ്യതകളൊക്കെ മാറ്റി സന്തോഷമുള്ള ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ദുആ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണ് തമ്പുരാനെ. ഞങ്ങളെ ഈ ആത്മാർത്ഥത നിന്റെ മുമ്പിലേക്ക് എത്താൻ വരും. അതിനേക്കാളും ആത്മാർത്ഥതയോടുകൂടി നീ ഞങ്ങളെ ഈ ഒരു ദുആ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എൻ്റെ ദുആയ്ക്ക് ആമീൻ പറയുന്നവരുണ്ട് നാഥാ. അവനും ആഗ്രഹിക്കുന്നത് ഈ ഒരു ദുആ സ്വീകരിക്കുമെന്നാണ്. ഞങ്ങളെ വീഡിയോ മുഴുവനായി കാണുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഈ ലോകത്ത് ഞങ്ങളെ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും മാരകമായ ഒരു അസുഖമെങ്കിലും കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തമ്പുരാനേ കരുണക്കരലായ മലിക്കുൽ മലൂക്കായ യജമാനനായ അല്ലാഹുവേ നീ ആ വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. اللهم انصرنا يا خير اللهم انصرنا يا خير اللهم اجرني في مصيبتي واهدفني خيرا منها اللهم اجرني في مصيبتي واهدفني خيرا منها اللهم اجرني في مصيبتي واهدفني خيرا منها. ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. അതിനേക്കാളും ഉത്തമമായത് നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ നൽകണേ അല്ലാ. ഈ പാവപ്പെട്ടവന്റെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ ദുആ അവസാനിപ്പിക്കുകയാണ് നാഥാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നാളെ കാണാം. ബൈ.